എന്തേ ചെയ്യുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീയാ എല്ലാരും ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്ന അറിയോ? എന്റെ അടുത്താരും വരണ്ട, ഞാൻ ബ്രഹ്മചാരിയാണ്, എന്തൊക്കെയായിരുന്നു. കല്യാണം കഴിച്ചോണ്ട് വന്നല്ലേ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇന്നലെ രാത്രി ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് നിന്റെ ബ്രഹ്മചാരിയൊക്കെ അവസാനിച്ചു കാണുമല്ലേ? എന്നെ നശിപ്പിക്കാനുള്ള പ്രതിഫലം വാങ്ങിയതല്ലേ നീ? എന്നാ വാ, എന്നെ മൊത്തത്തിൽ നശിപ്പിച്ചോ. എങ്ങോട്ടാ നീ ഓടി പോകുന്നേ? ഓ, വീണ്ടും അവളുടെ അടുത്തോട്ട് പോവായിരിക്കും അല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. അവളുടെ അച്ഛന്റെ ഫോൺ വന്നോടനെ എന്തിനാ നീ ഓടിയിരുന്നെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇത് തന്നെ ആയിരുന്നില്ലേ നിന്റെ എന്നെ തൊടലെന്നല്ലേ പറഞ്ഞേ? ഈ അഭിനയം ഒന്ന് മതിയാക്ക്, കള്ളൻ. ഇന്നലെ രാത്രി അപ്പൊ നീ അവിടെ ചെയ്തൊക്കെ ആക്ടിംഗ് ആയിരുന്നു, അതാണോ? ഞാൻ തൊടുമ്പോഴേക്ക് നീ അങ്ങ് ഉരുക്കി പോകുന്നേ. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒരേ മുറിക്കുള്ളില് ഒരേ കിടക്കയിൽ. ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരും. ആ കല്യാണം എന്റെ നിവൃത്തികേട് കൊണ്ട് നടന്നത് മാത്രമായിരുന്നു, വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ എനിക്കതിന് നോ പറയാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് പൈസക്ക് വളരെ അത്യാവശ്യമായിരുന്നു. സൂരജ് വേണമെങ്കിൽ അവൻ അവന്റെ ജീവൻ കൊടുക്കും, പക്ഷെ ബ്രഹ്മചര്യം ആർക്കും മുമ്പിൽ അടിയറ വയ്ക്കാൻ നിൽക്കില്ല, മനസ്സിലായോ?